ഫുൾ തുറക്കും കേട്ടോ പറഞ്ഞിട്ടുള്ളൊരു അപ്ലയൻസാണ് കൊടുക്കുക വായ തുറന്ന് ഉറങ്ങുന്നതിന്. അപ്പോൾ അതിന് പക്ഷേ നമ്മളെ മൂക്കിൽ ദശ പോലെ എന്തെങ്കിലോ അല്ലെങ്കിൽ അഡിനോയിഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്താക്കണം, ഫസ്റ്റ് ഉറപ്പ് വരുത്തണം. അപ്പോൾ അതിന് നമ്മൾ എന്താക്കുക, ENT സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണുക, എന്നിട്ട് ഒന്ന് കൺസെൻറ്റ് എടുക്കുക, ഡോക്ടറെ അടുത്ത് നിന്ന് കൺസെൻറ്റ് എടുക്കുക. അതായത് അഡിനോയിഡ് ഇല്ലയാണോ അല്ലെങ്കിൽ പോളിപ്പ് ഇല്ലയാണോ, വായ തുറന്ന് തുടങ്ങുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്, ഓറൽ സ്ക്രീൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളൊരു അഡ്വൈസ് എടുത്തതിന് ശേഷം ഒപ്പീനിയൻ എടുത്ത് അവർ ഓക്കെ പറഞ്ഞൊരു കൺസെൻറ്റ് തരികയാണെങ്കിൽ നമുക്ക് ഓറൽ സ്ക്രീന് തരാൻ പറ്റും. ഓറൽ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു അപ്ലയൻസ് ആണ്. അത് വായിൽ വെക്കുക, രാത്രി കിടക്കുന്ന സമയത്ത് വെക്കുകയാണ് ചെയ്യുക. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അതിൽ ഹോൾസ് ഇടും, ആ ഹോൾസിലൂടെ ഇവർ ശ്വസിക്കും. പിന്നെ ഓരോ മാസം വരെ വരുന്ന സമയത്ത് ഓരോ ഹോൾസ് നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പോൾ എന്താക്കും, കുട്ടികൾ സ്വമേധയാ ഇങ്ങനെ വായിലൂടെ ശ്വസിക്കുന്നത് മാറി മൂക്കിലൂടെ ആവും ശ്വസിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കുട്ടികളെ ട്രെയിൻ എന്ന് വെച്ചാൽ ഇവർ ഇങ്ങനെ പോളിപ്പ് വന്നതുകൊണ്ട് വായ തുറന്ന് ഉറങ്ങി ശീലിച്ചിട്ട് അവരുടെ ഹാബിറ്റ് അങ്ങനെ ആയിട്ടുണ്ടാവും. അത് നമ്മൾ എന്താക്കണം, ഈ ഓറൽ സ്ക്രീൻ കൊടുത്തിട്ട് അതിനെ വായിലൂടെ ശ്വസിക്കുന്നത് മാറ്റി നമ്മൾ മൂക്ക് ശ്വസിക്കുന്നത് ട്രെയിൻ ചെയ്യിപ്പിച്ച് കുട്ടികളെ കൊണ്ടുവരണം. അപ്പോൾ അത് കുട്ടികളെ ഈ വളർച്ചയുടെ സമയത്ത് ചെയ്യുക. നമുക്ക് അങ്ങനെ അവർ വായിലൂടെ ശ്വസിച്ച് കഴിഞ്ഞ് വായ രാത്രി കിടക്കുന്ന സമയത്ത് ഓപ്പണാക്കി വെച്ച് കഴിഞ്ഞാൽ പല്ല് പൊന്താനും പിന്നീട് നമുക്കത് മോണ സംബന്ധമായ പ്രശ്നങ്ങൾ, മോണക്ക് പൊന്തിച്ച് വരാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കുട്ടികളെ ഈ ഗ്രോയിങ് സ്റ്റേജിൽ തന്നെ നമ്മളത് ചെയ്തു കൊടുക്കും. നമ്മൾ ഫസ്റ്റ് ഞാനൊരു ENTക്ക് ഒരു